ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ വചനധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം. ഇന്ന് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 17 വാക്യം. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയുമരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ദൈവം സോദോമിനെയും ഗമോറയും അതിന്റെ പാപം നിമിത്തം നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൂതനെ അയച്ച് ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുന്ന അനുഭവമാണ് ഈ വചന പശ്ചാത്തലം. ഇവിടെ പാപത്തിൽ ആണ്ടുകിടന്ന അല്ലെങ്കിൽ പാപ സാഹചര്യത്തിലായിരുന്ന ലോത്തിനെ ആ ഇടത്തു നിന്ന് രക്ഷിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവ സാന്നിധ്യവും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ട് ആഹ്വാനം കൊടുക്കുന്ന ദൈവശബ്ദവും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 3 കാര്യങ്ങൾ പ്രാർത്ഥനാപൂർവം ധ്യാനിക്കാം. ഒന്ന്, അവരെ പുറത്തു കൊണ്ടുവന്നു. ദൈവം ലോത്തിനെയും കുടുംബത്തെയും പുറത്തു കൊണ്ടുവന്നു. എവിടെ നിന്നാണ് പുറത്തു കൊണ്ടുവന്നത്? സോദോമിൽ നിന്നും ഗമോറയിൽ നിന്നുമാണ്. അതായത് അവർ താമസിച്ചിരുന്ന ആ സോദോം ഗമോറ പാപ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ദൈവം ഇതുപോലെ നമ്മെയും പാപ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പലതരത്തിലുള്ള പാപങ്ങളിലാണ് നാം അറിഞ്ഞോ അറിയാതെയോ ആണ്ട് കിടക്കുന്നത്. മൊബൈൽ ഫോൺ അഡിക്ഷൻ തുടങ്ങി പല വിധത്തിൽ പല പാപങ്ങളിൽ നാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ആണ്ട് കിടപ്പുണ്ട്. ദേഷ്യം, നമ്മിലുണ്ടാകുന്ന ദേഷ്യം പോലും ഒരു പാപത്തിന്റെ അനുഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റു പലരുടെയും കാര്യങ്ങളിൽ അമിതമായി സംസാരിക്കുക, കേൾക്കുക, മറ്റു പലരുടെയും കാര്യങ്ങളെ കുറിച്ച് അറിയുവാനായിട്ട് കാണിക്കുന്ന അനുഭവങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ പാപത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ്. ചെറുതോ വലുതോ ആയിട്ടുള്ള കാര്യങ്ങൾ നാം അറിഞ്ഞും അറിയാതെ ചെയ്യുന്ന ഓരോ അനുഭവങ്ങളിലും പാപത്തിൻ്റെതായിട്ടുള്ള സാധ്യതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് രസമായി തോന്നുന്ന പല കാര്യങ്ങളും അയ്യോ ഇതിലെന്ത് പാപം ഇരിക്കുന്നു എന്ന് നിസ്സാരമായി നാം അവഗണിക്കുന്ന കാര്യങ്ങളിൽ പോലും നമ്മെ ഇരുട്ടിലാഴ്ത്തുന്ന, പാപത്തിലാഴ്ത്തുന്ന ഒത്തിരി സാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ട് ദിനവും വചനം വായിക്കുകയും ധ്യാനിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കും നടത്തിപ്പിനും വേണ്ടി ദൈവത്തോട് ചോദിക്കുകയും ചെയ്യണമെന്നുള്ളത് നാം മറന്നു പോകരുത്. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തും. പാപം കള്ളമാണ്. ആ കള്ളത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്ന് സത്യത്തിൽ, സത്യം യേശു ക്രിസ്തുവാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സത്യമാകുന്ന ക്രിസ്തുവിൽ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തും എന്നുള്ളത് മനസ്സിലാക്കുക. 2, ഈ ഭാഗം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. പാപ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വന്നാൽ അതിനെ ചുറ്റിപ്പറ്റി വീണ്ടും നിന്ന് കറങ്ങാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഉദാഹരണം, മദ്യപാന ആസക്തിയിലായിരുന്ന ഒരു വ്യക്തി അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് റിക്കവറായി പാപത്തിൽ നിന്ന് പുറത്തു വരുന്നു. വീണ്ടും മദ്യപാനത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ സാഹചര്യങ്ങളോ സാധ്യതകളോ ഉള്ള ഇടങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ടെംപ്റ്റേഷൻ ഉണ്ടായി ഒരുപക്ഷെ മാനുഷിക അനുഭവത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ അതിലേക്ക് വീണു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് അത്തരം പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഓടിപ്പോകുവാനായിട്ട് വചനം പഠിപ്പിക്കുന്നു. അവിടെ നിന്നാൽ അതിനോടൊപ്പം നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ഏത് അവസ്ഥകളിലും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പ്രത്യേകം ഇത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയ, മറ്റ് ആപ്പുകൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടെ ഉപയോഗിക്കണം. എല്ലായിടത്തും ചതിക്കുഴികളും പാപ സാഹചര്യങ്ങളും ഒക്കെ പതിയിരിക്കുന്ന ഇടങ്ങൾ, അവിടെ നിന്ന് ഓടിപ്പോകുവാൻ ഒരു വിളി ദൈവത്തിന്റെ ശബ്ദമായി നമ്മുടെ കാതുകളിൽ മുഴങ്ങണം. പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കും. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മാറി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒടുവിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, പുറകോട്ട് നോക്കരുത്. ഓടിപ്പോകുമ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നാം ആയിരുന്ന ഇടത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ ഒരു ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. അത് പാപ സാഹചര്യത്തിൽ നിന്ന് നാം പുറത്തു വന്നത് കൊണ്ട് തന്നെ ആ പഴയതിലേക്ക് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായേക്കാം. അത് അപകടമാണ്. തിരിഞ്ഞു നോക്കാതെ ഓടുക. തിരിഞ്ഞു നോക്കിയാൽ നാം പഴയ പാപത്തിന്റെ അനുഭവത്തിൽ സ്റ്റക്കായി പോകും, ഉപ്പുതൂണായ ലോത്തിന്റെ ഭാര്യയെ പോലെ. അതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ മുന്നിലേക്ക്, കർത്താവിലേക്ക്, ഉയരത്തിലുള്ളത് നോക്കി, ക്രിസ്തുവിനെ നോക്കി ജീവിപ്പാനായിട്ട് നമുക്ക് കഴിയണം. തമ്പുരാൻ അതിന് നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവെ, ഈ നാളുകളിൽ ഞങ്ങൾ അധികമായി ശക്തീകരിച്ചു കൊണ്ടിരിക്കാൻ സ്തോത്രം. പ്രത്യേകിച്ച് ലോകത്തിനെയും കുടുംബത്തെയും പുറത്തേക്ക് കൊണ്ടുവന്നതുപോലെ ഞങ്ങളെയും പാപ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ പിന്തിരിഞ്ഞു നോക്കി അതിൽ അകപ്പെട്ടു പോകാതെ
മുന്നിലേക്ക് ക്രിസ്തുവിലേക്ക് അടുത്തു വരുവാനും ഞങ്ങളെ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്കത് സ്വതവേ കഴിയത്തില്ല. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകി സഹായിക്കണമെന്ന് ക്രിസ്തു യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ.